അക്കലോറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കേറ്റഡ് സൈക്കോളജിക്ക് വേണ്ട ഫൈനൽ ടച്ച് എന്ന രൂപത്തിൽ ക്വസ്റ്റ്യൻ മെത്തേഡുകളും അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കേറ്റഡ് എഴുതാൻ പോകുന്ന ഏത് കാറ്റഗറി ആളുകൾക്കും ഉപയോഗപ്പെടുന്ന ക്വസ്റ്റ്യൻ മെത്തേഡ്സുകളാണ് കേട്ടോ. അപ്പോൾ കുറെ ഇതിനു മുമ്പ് നമ്മൾ വേറെ ക്വസ്റ്റ്യൻ മെത്തേഡ്സുകൾ ചെയ്തിട്ടുണ്ട്, അതിന്റെ താഴെ വരുന്ന ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് പോയിട്ട് കാണുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എക്സാമുകൾക്ക് യൂസ്ഫുൾ ആകുന്നതാണ്. സോ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഇന്ന് ഫൈനൽ ടച്ചിൽ നമ്മൾ പഠിക്കുന്നത് വേറൊരു ക്വസ്റ്റ്യൻ മെത്തേഡ് ആണ് കേട്ടോ. ഇന്ന് നമ്മൾ പഠിക്കുന്ന ക്വസ്റ്റ്യൻ മെത്തേഡ് കുറച്ച് ശ്രദ്ധിച്ച് നിങ്ങൾ ആൻസർ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ മെത്തേഡാണ്. എന്താണ്? ടു ആൻസർ ചോദ്യങ്ങൾ. അതായത് ഒരു ചോദ്യത്തിൽ രണ്ട് ആൻസർ കണ്ടുപിടിച്ചാൽ രണ്ട് ആൻസർ കണ്ടെത്തുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഇത് ചെയ്യാൻ സാധിക്കുന്നത്. ആ ടൈപ്പ് ഓഫ് ചോദ്യങ്ങൾ സാധാരണ കേറ്റഡ് പരീക്ഷകൾക്ക് വരാറുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ്, എങ്ങനെയാണ് നിങ്ങൾ ആൻസറിലേക്ക് എത്തേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം നോക്കൂ. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഇത് വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. നമ്മുടെ മാർക്ക് നഷ്ടപ്പെടുത്തുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് നമുക്ക് ടോപ്പിക് അറിയായിരിക്കും, പക്ഷെ നമ്മുടെ അശ്രദ്ധ കൊണ്ട് പലപ്പോഴും മാർക്ക് പോകാറുണ്ട്. ഇവിടെ നോക്കിയേ, താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? അപ്പൊ ആദ്യം ഇവിടുത്തെ ആൻസർ നമ്മൾ കണ്ടെത്തണം. ഒന്ന്, അത് കഴിഞ്ഞിട്ട് താഴെ വരുന്ന ആൻസറും കണ്ടെത്തണം. അപ്പൊ നമുക്ക് നോക്കാം, ഏകദേശം ഒരു ഐഡിയ ഉണ്ടാകണം, എന്നാൽ മാത്രമേ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. നോക്കിയേ, വസ്തുനിഷ്ഠ രീതി അഥവാ ഒബ്ജക്റ്റീവ് മെത്തേഡ് പ്രത്യേക മാനദണ്ഡങ്ങൾ ഇല്ലാത്ത വ്യക്തിത്വ മാപനമാണ്. നമ്മൾ പേഴ്സണാലിറ്റി അസസ്മെന്റ് പറഞ്ഞപ്പോൾ വ്യക്തിത്വത്തെ അളക്കുവാൻ വേണ്ടിയുള്ള ചില മാപനങ്ങൾ പറഞ്ഞു. അതിലൊന്നാണ് പ്രൊജക്റ്റീവ് ടെക്നിക്സ് എന്ന് പറയുന്നത്, തന്നെ ഒബ്ജക്റ്റീവ് മെത്തേഡ്, സബ്ജക്റ്റീവ് മെത്തേഡ്. അപ്പോൾ അതിനെ കുറിച്ചുള്ള ഒരു ചോദ്യമാണ്. എന്താണ് ഒബ്ജക്റ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പ്രത്യേക മാനദണ്ഡങ്ങളില്ല കേട്ടോ. അപ്പൊ ത്രീക്കാരാണെങ്കിൽ ഓർത്ത് വെക്കുക, എന്താണ്? നോൺ സ്റ്റാൻഡേർഡൈസ്ഡ് ആണ് എന്നാണ് പറയുന്നത്. അതുപോലെ രണ്ടാമത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ആത്മനിഷ്ഠ രീതി അഥവാ സബ്ജക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത് പ്രത്യേക മാനദണ്ഡങ്ങളോടുള്ള വ്യക്തിത്വ മാപനം അഥവാ സ്റ്റാൻഡേർഡൈസ്ഡ് ആണ്. അപ്പൊ ഇതെന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമാണ് നമുക്ക് അതിനകത്തേക്ക് എത്താൻ സാധിക്കുള്ളൂ. അങ്ങനെയാണ് ഒബ്ജക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത് നോൺ സ്റ്റാൻഡേർഡൈസ്ഡ് ആണ്, പ്രത്യേക ഒരു മാനദണ്ഡമില്ലാതെ അളക്കുകയാണ് ചെയ്യുന്നത്. അല്ല, ഒബ്ജക്റ്റീവ് മെത്തേഡ് എന്താണ്? അത് സ്റ്റാൻഡേർഡൈസ്ഡ് ആണ്. ഇവിടെ തെറ്റാണ്, ഈ സെന്റൻസ് തെറ്റാണ്. അത് നോൺ സ്റ്റാൻഡേർഡൈസ്ഡ് അല്ല, അത് സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റ് ആണ്. സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ പ്രത്യേക മാനദണ്ഡങ്ങളുണ്ട്. ഇവിടെ നമ്മൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ കൊടുക്കും സോഷ്യോഗ്രാം എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റീവ് മെത്തേഡാണ്. അവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ കൊടുക്കുകയാണ്. അവിടെ കൊടുത്തിട്ട് നമ്മൾ പറയുന്നു, ഓക്കെ ഇത് കണ്ട, ഇത് ഇത്ര എന്നാൽ ഇന്ന ആള് സ്റ്റാർ, ഏറ്റവും കൂടുതൽ സെലക്ട് ചെയ്യുന്ന ആള് ആ ഗ്രൂപ്പിലെ സ്റ്റാർ ആയിട്ട് വരുന്നു. അപ്പൊ ഏറ്റവും കൂടുതൽ ആളുകൾ സെലക്ട് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു മാനദണ്ഡം അവിടെ ഉണ്ട്. അതല്ലെങ്കിൽ വേറൊരു ടെസ്റ്റ് ആകുമ്പോൾ നമ്മൾ ഇത്ര മുതൽ ഇത്ര മാർക്ക് വാങ്ങുകയാണെങ്കിൽ എന്താണ്, ഇവന് ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് അല്ലെങ്കിൽ ഹൈ എന്നുള്ള രൂപത്തിൽ ഒരു പ്രത്യേകമായിട്ടുള്ള മാനദണ്ഡങ്ങളൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഒബ്ജക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റ് ആണെന്ന് പറയുന്നത്. എന്നാൽ സബ്ജക്റ്റീവ് മെത്തേഡ് ഒരിക്കലും സ്റ്റാൻഡേർഡൈസ്ഡ് അല്ല, തിരിഞ്ഞു പോയി. സബ്ജക്റ്റീവ് മെത്തേഡ് ആണ് എന്ന് പറയുന്നത് നോൺ സ്റ്റാൻഡേർഡ്, പ്രത്യേക മാനദണ്ഡങ്ങൾ ഇല്ലാതെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ഒരാൾ ഇന്റർവ്യൂ നടത്തും. അപ്പൊ ഇന്റർവ്യൂ എന്ന് പറയുന്നത് സബ്ജക്റ്റീവ് മെത്തേഡാണ്. അപ്പൊ ഈ ഇന്റർവ്യൂ നടത്തുമ്പോൾ ഒരു പ്രത്യേക മാർക്കിൽ അപ്പൊ 3 പേര് ഇന്റർവ്യൂ നടത്തുകയാണെങ്കിൽ എനിക്ക് തോന്നുന്ന ഒരു മാർക്ക് ഞാൻ കൊടുക്കുന്നു, അല്ലെ? മറ്റാൾക്ക് തോന്നുന്ന മാർക്ക് കൊടുക്കുന്നു. ഇതേ കുട്ടിയെ വെച്ചുകൊണ്ട് വേറൊരു 3 ആള് ഇന്റർവ്യൂ നടത്തുകയാണെങ്കിൽ ഈ പറഞ്ഞ മാർക്ക് തന്നെ ആയിരിക്കില്ല, ആ മാർക്കിൽ വ്യത്യാസം ഉണ്ടാകും. അപ്പൊ അവിടെ ആ വ്യക്തിക്ക് തോന്നുന്ന ഒരു മാർക്ക് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ പ്രത്യേകമായിട്ടുള്ള മാനദണ്ഡങ്ങൾ ഇല്ല. അപ്പോ ഒന്ന് ഓർത്താൽ മതി, ഒബ്ജക്റ്റീവ് മെത്തേഡ് സ്റ്റാൻഡേർഡൈസ്ഡ് ആണ്, സബ്ജക്റ്റീവ് മെത്തേഡ് ആണ് നോൺ സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇത് രണ്ടും എന്താണ്, തെറ്റാണ്. അപ്പൊ ഇവിടുത്തെ ആൻസർ നമ്മൾ കണ്ടെത്തി. രണ്ട് സ്റ്റേറ്റ്മെന്റും ശരി, 1ഉം 2ഉം തെറ്റ്, ഇത് 1ഉം 2ഉം ശരിയല്ല. അപ്പൊ ഒന്നാമത്തെ ഓപ്ഷൻ അല്ല, രണ്ടാമത്തെ ഓപ്ഷൻ അല്ല, മൂന്നാമത്തേതല്ല. മൂന്നാമത്തെ പറയുന്നത് 1ഉം 2ഉം ശരി എന്നാണ്. നമുക്ക് 2ഉം ശരിയല്ല എന്നുള്ള ഓപ്ഷൻ ആണ് കിട്ടേണ്ടത്. അപ്പൊ രണ്ടാമത്തെ ആൻസർ നമ്മൾ കണ്ടെത്തി, അത് ഓപ്ഷൻ ഡി ആണ്. ഇങ്ങനെ 2 ആൻസർ നമ്മൾ കണ്ടെത്തുന്ന ക്വസ്റ്റ്യൻ മെത്തേഡ് ആണ് ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ലെവലിൽ വരുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. സ്ഥാനാന്തരണം അഥവാ ഡിസ്പ്ലേസ്മെന്റ് എന്ന പ്രതിരോധ തന്ത്രത്തിന് ഉദാഹരണം ഏതാണ്? ഡിഫൻസ് മെക്കാനിസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചോദ്യമാണ്. താഴെ പറയുന്നതിൽ ഡിസ്പ്ലേസ്മെന്റിന് ഉദാഹരണമായിട്ടുള്ളതാണ്. അപ്പൊ ആദ്യം പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റിൽ ഡിസ്പ്ലേസ്മെന്റ് കണ്ടെത്തണം, അതാണ് ഒന്നാമത്തെ ആൻസർ കണ്ടെത്തേണ്ടത്. ദെൻ താഴെ വരുന്ന ഓപ്ഷനിൽ രണ്ടാമത്തെ ആൻസറും കണ്ടെത്തണം. നമുക്ക് നോക്കാം. അധ്യാപകന്റെ ശിക്ഷ ലഭിച്ച കുട്ടി വീട്ടിൽ വന്ന് സ്വന്തം അനുജനെ ആക്രമിക്കുന്നു. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ തന്നെയല്ലോ, ഇവിടെ നിന്ന് കിട്ടിയ അപ്പുറത്ത് പോയി കൊടുക്കുക, മനസ്സിലാവണ്ട, അതാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ.
അപ്പൊ അധ്യാപകന് ശിക്ഷ ലഭിച്ച കുട്ടി വീട്ടിൽ പോയിട്ട് അനുജനെ ആക്രമിക്കുന്നു എന്ന് പറയുന്നത് എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പൊ ഒന്നാമത്തെ ശരിയാണ്. രണ്ടാമത്തത്, പ്രിൻസിപ്പലിന്റെ വഴക്ക് കേട്ട ഉദ്യോഗസ്ഥൻ തിരിച്ചൊന്നും പ്രതികരിക്കാതെ വീട്ടിൽ വന്ന് ഭാര്യയെ വഴക്ക് പറയുന്നു എന്ന് പറയുന്ന രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇവിടെ കിട്ടിയത് ആൾ കൊടുത്തു. മൂന്നാമത് നോക്കിയേ, മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്ന കോളേജ് വിദ്യാർത്ഥി കൈവിരൽ വലിച്ചു കടിക്കുന്നു എന്ന് പറയുന്നത് എന്തല്ല? ഇതിന് ഉദാഹരണമല്ല, ഡിസ്പ്ലേസ്മെന്റിന് ഉദാഹരണമായിട്ട് വരുന്നതല്ല. അത് വേണമെങ്കിൽ നമുക്ക് റിഗ്രഷൻ ആയിട്ട് പറയാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് 1ഉം 2ഉമാണ് ശരിയായിട്ട് വരുന്നത്. അപ്പൊ 1ഉം 2ഉം വരുന്ന ഓപ്ഷൻ ഏതാണ്? 1ഉം 2ഉം മാത്രം. കണ്ടോ, സി ഓപ്ഷൻ ആണ്. അപ്പൊ രണ്ടാമത്തെ ആൻസർ കണ്ടെത്തി. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിൽ 2 ഉത്തരങ്ങളും കണ്ടെത്തേണ്ടത് കേട്ടോ. ഇനി എന്താണ് പുരോഗമന വിദ്യാഭ്യാസത്തിന്റെ സവിശേഷതകൾ പെടുന്നത് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. പുരോഗമന വിദ്യാഭ്യാസത്തിന്റെ കേട്ടോ. 1, ചെയ്തു പഠിക്കുന്നതിന് പ്രാമുഖ്യമുണ്ട്. ഉണ്ടോ? ഉണ്ട്. ചെയ്ത് പഠിക്കുന്നതിന് എന്തുണ്ട്? പ്രാമുഖ്യമുണ്ട് കേട്ടോ. ഇന്റർഗ്രേഷൻ എഡ്യൂക്കേഷൻ. സഹകരണ പഠനവും സഹവർത്തിത്വ പഠനവും പ്രോത്സാഹിപ്പിക്കുന്നു. ശരിയാണ്. പാഠപുസ്തകങ്ങൾക്ക് പ്രാമുഖ്യം നൽകൽ മാത്രം, അതായത് പാഠപുസ്തകങ്ങൾക്ക് മാത്രം എന്ത് ചെയ്യുന്നു? പ്രാമുഖ്യം നൽകുന്നു. അത് തെറ്റായിട്ടുള്ള ഒരു ഓപ്ഷനാണ് അല്ലെ? അങ്ങനെ ഇതിന് മാത്രം നടക്കുമോ? ഇല്ല. പിന്നെയോ, പ്രശ്ന നിർദ്ധാരണത്തിനും അതുപോലെ വിമർശനാത്മക ചിന്തയ്ക്കും പ്രാമുഖ്യം നൽകുന്നു. അതും ശരിയാണ്. അപ്പോൾ ഒന്നാമത്തെയും ശരിയാണ്. ഇന്റർഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ഒന്നാമത്തെയും ശരിയാണ്, രണ്ടാമത്തെ ശരിയാണ്, നാലാമത്തെ ശരിയാണ്. അപ്പൊ 1ഉം 2ഉം 4ഉം വരുന്ന ഓപ്ഷൻ ഏതാണ്? 1ഉം 2ഉം 4ഉം വരുന്നത് ഓപ്ഷൻ ബി ആണ്. രണ്ടാമത്തെ ആൻസറും കണ്ടെത്തി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. അപ്പൊ ഇതിങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് ചിന്തിച്ചു പോയെങ്കിൽ മാത്രമാണ് കറക്റ്റ് ആയിട്ട് ആൻസറിലേക്ക് എത്താൻ സാധിക്കും. അടുത്ത ചോദ്യം നോക്കിയേ, താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാണ്? നമുക്ക് നോക്കാം. തിയറിയുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. തോൺടേക്ക്. നിങ്ങൾ ആൻസർ പറഞ്ഞ് നോക്കണമായിട്ട് കിട്ടുന്നുണ്ട്. ഞാൻ പറഞ്ഞ കൂടുതൽ സമയം വേണമെങ്കിൽ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാം. തോൺടേക്ക് ആർ ടൈപ്പ് കണക്ഷൻ ആണോ? തോൺടേക്കിന്റെ നമ്മൾ ആർ ടൈപ്പ് കണക്ഷൻ ആയിട്ടാണോ പഠിച്ചിട്ടുള്ളത്? അല്ല. തോൺടേക്കിന്റെ SR കണക്ഷൻ ആണ്. എസ് വരുന്നത് പാവ്ലോ അല്ലെ? എസ് കണക്ഷൻ വരുന്നത് പാവ്ലോ ആണ്. അതുപോലെ RS വരുന്നത് ആറിന് അഥവാ റെസ്പോൺസിന് മുൻഗണന പ്രാമുഖ്യം നൽകുന്നത് ആരാണ്? സ്കിന്നർ ആണ്. തോൺടേക്ക് ആകുമ്പോൾ SR കണക്ഷൻ ആണ് വരുന്നത് അല്ലെ? അപ്പൊ ഒന്നാമത്തെ ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം? തെറ്റാണ് എന്ന് പറയാം. അതുപോലെ ബ്രൂണർ ഐക്കോണിക് സ്റ്റേജ് ശരിയാണ്. ബ്രൂണറിന്റെ ഐക്കോണിക് സ്റ്റേജ് പഠിച്ചിട്ടുണ്ട്. കോൾബർഗ് മോറൽ ഡെവലപ്മെന്റ് ശരിയാണ്. പിയാഷെ ജെനറ്റിക് എപ്പിസ്റ്റമോളജി, അദ്ദേഹത്തിന്റെ ഒരു ടേം ആണ് ജെനറ്റിക് എപ്പിസ്റ്റമോളജി എന്ന് പറഞ്ഞാൽ, അതും ശരിയാണ്. ഒന്നാമത്തെ മാത്രമാണ് തെറ്റ്. 2ഉം 3ഉം 4ഉം ശരി. 2ഉം 3ഉം 4ഉം ശരി വരുന്ന ഓപ്ഷൻ ബി ആണ് കേട്ടോ. അങ്ങനെ വരുമ്പോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി. ഓക്കെ, അപ്പൊ കറക്റ്റ് ആൻസർ വരുന്നത് ഏതാണ്? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉം 4ഉം ശരി എന്ന് പറയുന്ന ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. നാലാമത്തെ ചോദ്യത്തിന്റെ അടുത്ത ക്വസ്റ്റ്യൻ, വൈകാരിക ബുദ്ധിയുമായി അഥവാ ഇമോഷണൽ ഇന്റലിജൻസുമായി യോജിക്കുന്ന ശരിയായ പ്രസ്താവന ഏത്? ഇമോഷണൽ ഇന്റലിജൻസുമായിട്ട് യോജിക്കുന്ന ശരിയായ പ്രസ്താവന എന്താണ്? ഇമോഷണൽ ഇന്റലിജൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? സ്വന്തം വികാരങ്ങളെയും അതുപോലെ മറ്റുള്ളവരുടെ വികാരമായിട്ടുള്ള അവസ്ഥ അറിയുക, മനസ്സിലാക്കുക, അതിനനുസരിച്ച് പെരുമാറുക. നോക്കിയേ, മറ്റുള്ളവരെ വികാരത്തെ നിയന്ത്രിക്കുക. അങ്ങനെയാണോ? മറ്റുള്ളവരുടെ വികാരത്തെ നിയന്ത്രിക്കലാണോ ഇമോഷണൽ ഇന്റലിജൻസ്? അല്ല. സ്വന്തം വികാരങ്ങളെ തിരിച്ചറിയുക ശരിയാണ്. മറ്റുള്ളവരുടെ വികാരങ്ങളെ തിരിച്ചറിയുക ശരിയാണ്. സ്വന്തം വികാരങ്ങളെ തിരിച്ചറിയുക അതും ശരിയാണ്. 2ഉം 3ഉം ശരി എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. കണ്ടോ? കിട്ടിയില്ലേ? നമ്മളൊന്ന് ജസ്റ്റ് ചിന്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രസ്താവന ചോദ്യങ്ങൾ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ ഒന്നാമത്തേത് 2ഉം കണ്ടെത്തണമല്ലോ എന്നുള്ളൊരു ടെൻഷൻ കൊണ്ട് അറിയാവുന്ന ടോപ്പിക് ആണെങ്കിൽ പോലും നമ്മൾ ചെയ്യും. ഒരിക്കലും നിങ്ങൾ ഇതൊന്ന് വായിച്ചു നോക്കി, പഠിച്ച ടോപ്പിക് ആണെന്ന് വായിച്ചു നോക്കിയാൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി ഏതെങ്കിലും ഒരു ഓപ്ഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് 3എണ്ണവും അറിയില്ല, ഒരെണ്ണം മാത്രമേ അറിയുള്ളൂ. ആ ഒരു പോയിന്റ് വെച്ചിട്ട് നമുക്ക് ചിന്തിക്കാം. അടുത്ത ചോദ്യം നോക്കിയേ, താഴെ പറയുന്നത് ശരിയായ പ്രസ്താവന ഏത്? എന്താണ്? വികാസം എന്ന് പറയുന്നത് ക്വാളിറ്റേറ്റീവ് ആണ്. വികാസം എന്ന് പറയാം. ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ക്വാളിറ്റേറ്റീവ് ആണ്. വികാസം പാരിമാണികമാണ് അഥവാ ക്വാണ്ടിറ്റേറ്റീവ് ആണ്. വികാസം പ്രവചനീയമാണ്, പ്രെഡിക്റ്റബിൾ ആണ്. അപ്പൊ ഇവിടെ നോക്കിയേ, വികാസം എന്താണ്? അത് അളക്കാൻ പറ്റില്ല അല്ലെ? നമുക്ക് അത് ക്വാളിറ്റേറ്റീവ് ആയിട്ട് നമുക്ക് പറയാം. അപ്പൊ ഒന്നാമത്തെ ഓപ്ഷൻ മാത്രമേ നിങ്ങൾക്ക് കിട്ടുന്നുള്ളൂ എന്ന് വിചാരിക്കാം. സോ നമുക്ക് അങ്ങനെയും എന്ത് ചെയ്യാൻ പറ്റും? അവിടെ കട്ട് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും. ഒന്നാമത്തെ മാത്രമേ നിങ്ങൾക്ക് കിട്ടുന്നുള്ളൂ. രണ്ടാമത്തെ നിങ്ങൾക്ക് അറിയില്ല, മൂന്നാമത്തത് നിങ്ങൾക്ക് അറിയില്ല, ഒന്ന് മാത്രം അറിയാം. അപ്പൊ അങ്ങനെ വരുമ്പോ ചില ഓപ്ഷനിൽ നമുക്ക് കണ്ടെത്താണ്ടാവും 1 മാത്രം വരുന്ന ഒരു ഓപ്ഷനേ ഉള്ളൂ. മനസ്സിലാവണ്ട? അപ്പൊ നമുക്ക് ഏകദേശം ഉറപ്പ്, കാരണം മറ്റുള്ളതിന് 2ലും എന്താണ് ഇത് വന്നിട്ടില്ല. പിന്നെ എല്ലാം ശരിയാണ് എന്ന് പറയുന്ന ഓപ്ഷനിലും വന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ നമുക്ക് നോക്കാം എല്ലാം ശരിയാണോ എന്നുള്ളത്. ഇത് ഇങ്ങനെ വെച്ചിട്ട് ഒരു ഏകദേശം ഐഡിയയിൽ നമുക്ക് ഓപ്ഷനെ കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ആൻസറിലേക്ക് എത്താൻ പറ്റും. വികാസം പാരിമാണികം,
ആണ് എന്നാ പറഞ്ഞത്. ക്വാളിറ്റേറ്റീവ് ആണെങ്കിൽ എന്തായാലും ക്വാണ്ടിറ്റേറ്റീവ് ആയിരിക്കില്ല. അപ്പൊ രണ്ടാമത്തത് തെറ്റാണ്. അതുപോലെ വികാസം പ്രവചനീയമാണ് അല്ലെ, പ്രഡിക്റ്റബിൾ ആണ്, അതും ശരിയാണ്. അപ്പൊ 1ഉം 3ഉമാണ് ശരിയായിട്ട് വരുന്നത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ക്ലിയർ ആയല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്നതിൽ വിദ്യാർത്ഥി കേന്ദ്രീയ ലേണേഴ്സ് സെന്റേർഡ് ആയിട്ടുള്ള രീതിയുമായി ബന്ധപ്പെട്ട് വരുന്നത് ലേണേഴ്സ് സെന്റേർഡ് കുട്ടിക്കായിരിക്കണം റോൾ ഏതാണ്? ഡിഡക്റ്റീവ് മെത്തേഡ്. ഡിഡക്റ്റീവ് മെത്തേഡിൽ കുട്ടിക്കാണോ റോള്? അല്ല, നമുക്കറിയാം കുട്ടിക്കല്ല എന്നുള്ള ഉറപ്പായിട്ട് പറയാം. അപ്പൊ 1 വരാത്തത് ഏതാണ്? 1 വരാത്ത ഓപ്ഷൻ ആയിരിക്കണം. എ ഓപ്ഷനിൽ 1 വന്നിട്ടുണ്ട്, അപ്പൊ അതായിരിക്കില്ല, ഉറപ്പായിട്ട് അതായിരിക്കില്ല. അതുപോലെ സി ഓപ്ഷനിലും 1 വന്നിട്ടുണ്ട്, അണ്ടാ, ഉറപ്പായിട്ട് അതായിരിക്കില്ല. ഒന്നില്ലെങ്കിൽ ബി അല്ലെങ്കിൽ ഡി, ഇതായിരിക്കാൻ സാധ്യത. നമ്മൾ അടുത്ത് നോക്കാം ഇൻഡക്റ്റീവ് മെത്തേഡ് അല്ല. ഇൻഡക്റ്റീവ് മെത്തേഡ് സ്വാഭാവികമായിട്ട് ഇൻഡക്റ്റീവ് മെത്തേഡ് ലേണേഴ്സ് സെന്റേർഡ് അല്ല എന്ന് പറയുമ്പോൾ ഇൻഡക്റ്റീവ് മെത്തേഡ് ലേണേഴ്സ് സെന്റേർഡ് ആണ്. അതുപോലെ ലെക്ചർ മെത്തേഡ് എന്ന് പറയുന്നത് വിദ്യാർത്ഥി കേന്ദ്രിതമാണോ? അല്ല, അല്ലെ? അപ്പൊ ഇവിടെ 1 മാത്രമാണ് ശരി എന്ന് പറയുമ്പോൾ ഈ സി വരുന്നില്ല, കാരണം ഇവിടെ 3 ഒക്കെ വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും കറക്റ്റ് ആൻസർ ഓപ്ഷൻ 2 മാത്രം. ഓക്കെ, 2 മാത്രം ആണ് ശരിയായിട്ട് വരുന്നത്, 1 അല്ല കേട്ടോ, 2. കാരണം ഇവിടെ നമ്മൾ 2 മാത്രമല്ല ടിക്കറ്റ് ഒക്കെ ഉള്ളത് കണ്ടോ, 2 മാത്രം. അപ്പൊ കറക്റ്റ് ആൻസർ വരുന്ന ഏതാണ്? 2 മാത്രമാണ് ശരി. കാരണം ഈ ഡിഡക്റ്റീവ് മെത്തേഡ് വരുന്ന സംഭവത്തെ നമ്മൾ ഓൾറെഡി വെട്ടിട്ടിട്ടുണ്ട്. അപ്പൊ അതെല്ലാം എന്തായിരുന്നാലും 2 മാത്രമാണ് ശരിയായിട്ട് വരുന്നത്. ക്ലിയർ ആയല്ലോ? നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കണം. അങ്ങനെ വെട്ടി നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഓപ്ഷൻ ഒരു ഇത് കിട്ടിയിട്ടുണ്ടല്ലോ, ഓപ്ഷൻ അല്ല ഒരു പോയിന്റ് നമുക്ക് കിട്ടിയ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിലീറ്റ് ചെയ്തിട്ട് ഓപ്ഷനിൽ കറക്റ്റ് ആൻസർ കണ്ടെത്താം. താഴെ പറയുന്നത് ശരിയായ പ്രസ്താവന ഏത്? വ്യക്തിത്വം സ്ഥിരതയുള്ളതാണ്. വ്യക്തിത്വം ഒരാളുടെ വ്യക്തിത്വം സ്ഥിരതയുള്ളതാണോ? നോർമലായിട്ട് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും അല്ലേ, അത് തെറ്റാണ് കണ്ടോ. അത് നമുക്ക് 1ാമത്തെ കിട്ടിയെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ഡിലീറ്റ് ചെയ്യാം. 1 വരുന്ന ഓപ്ഷൻ എ ഉണ്ട്, അപ്പൊ ഇതല്ല. പിന്നെ എല്ലാം ശരിയാണ് എന്ന് പറയുന്ന ഓപ്ഷനും അല്ല. ഒന്നില്ലെങ്കിൽ ബി അല്ലെങ്കിൽ സി ആയിരിക്കും വരേണ്ടത് കണ്ടോ. അപ്പോ എന്താണ്? വ്യക്തിത്വം അളക്കാൻ സാധിക്കുന്നു, ശരിയാണ്, വ്യക്തിത്വത്തെ അളക്കാൻ സാധിക്കുന്നു അല്ലെ. 2 വരുന്ന ഓപ്ഷൻ ആയിരിക്കണം. 2 വരുന്ന ഒരു ഓപ്ഷൻ ആയിരിക്കണം. അപ്പോ ആദ്യത്തെ നമ്മൾ പറഞ്ഞ 1ഉം 2ഉം, കാരണം ഇവിടെ 1 വന്നത് കൊണ്ട് ഇതല്ല. ഇവിടെ എല്ലാം ശരിയാണല്ലോ, 1 ഉണ്ട്, അപ്പൊ അതല്ല. പിന്നെ ബിയോ സി ആണ് വരുന്നത്. അപ്പൊ 2 വ്യക്തിത്വം അളക്കാൻ സാധിക്കുന്നത് ശരിയാണ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി എന്താണ് 2ഉം 3ഉം ആയിരിക്കും. കാരണം മറ്റേതിൽ 2 ഇല്ല, ഓപ്ഷൻ സിയിൽ 2 ഇല്ല, കാരണം 2 ശരിയാണല്ലോ, അവിടെ വരേണ്ടതാണ്, 2 ഇല്ല. അപ്പൊ ഇതും തെറ്റാണ്. സ്വാഭാവികമായിട്ടും ബി ആണ് കറക്റ്റ് ആൻസർ വരേണ്ടത് കണ്ടോ. 2ഉം 3ഉം ശരി. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, എലിമിനേറ്റ് ചെയ്തിട്ട് ഓപ്ഷനിലേക്ക് കറക്റ്റ് ആൻസർ കണ്ടെത്താൻ സാധിക്കും. എല്ലാ പോയിന്റും കിട്ടിയില്ലെങ്കിലുള്ള ഒരു ഐഡിയ ആണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇനി അടുത്ത് നോക്കിയാൽ താഴെ പറയുന്ന പോലെ ഇൻഡക്റ്റീവ് മെത്തേഡ് രീതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഇവിടെ വീണ്ടും നോക്കാം. ഇൻഡക്റ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥി കേന്ദ്രീകൃതമാണ്, അത് നമുക്കറിയാം, ഉറപ്പായിട്ട് നമുക്കറിയാം. അപ്പൊ 1ാമത്തത് എന്താണ്? ശരിയാണ്. അപ്പൊ 1ാമത്തെ ശരിയാണെന്ന് പറയുമ്പോൾ 1 വരുന്ന ഓപ്ഷൻ ആയിരിക്കണം ശരിയായിട്ട് വരേണ്ടത് അല്ലെ. ഇവിടെ നോക്കിയേ, എയിലും ബിയിലുമാണ് 1 വരുന്നത്, എയിലും ബിയിലുമാണ് 1 വരുന്നത്, സിയിൽ 1 ഇല്ല, ഡിയിലും 1 ഇല്ല. അപ്പൊ ഒരു കാര്യം ഉറപ്പിച്ചു, എ അല്ലെങ്കിൽ ബി ആണ് വരേണ്ടത്. അടുത്ത് നോക്കിയേ, അറിയുന്നതിൽ നിന്നും അറിയാത്തതിലേക്കാണ്. ശരിയല്ലേ? അറിയുന്നത് നമുക്ക് കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ ആദ്യം അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. 2 അപ്പൊ 1ഉം 2ഉം ശരി എന്ന് പറയുന്ന ഓപ്ഷൻ ഇത് മാത്രമേ വരുന്നുള്ളൂ ഉണ്ടോ. ബാക്കി അപ്പൊ ഇത് തെറ്റാണ്. അറിയാത്തതിൽ നിന്നും അറിയുന്നതിലേക്ക് പറയുന്നത് ടീച്ചേഴ്സ് സെന്റേർഡ് ആണ്, തെറ്റാണ്. അതുപോലെ ടീച്ചേഴ്സ് സെന്റേർഡ് എന്ന് പറയുന്നത് അതും തെറ്റാണ്. സോ 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. കാരണം അപ്പൊ ഇങ്ങനെ എലിമിനേറ്റ് ചെയ്ത് നമുക്ക് പറ്റും. നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആൻസർ അല്ലേ. അപ്പൊ അവിടെ എല്ലാ പോയിന്റ് കിട്ടിയില്ലെങ്കിലും ഏത് പോയിന്റ് കിട്ടുന്നോ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാം. താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? ഇവിടെ നോക്കി, ശരിയായിട്ടുള്ള പ്രസ്താവന ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഇവിടെ നോക്കി, ഒന്നാമത്തേതിൽ ഉണ്ടോ? ഇല്ല. ഒന്നാമത്തേതിൽ 3 ഇല്ല, അപ്പൊ ഇതല്ല, ഇതെന്തായാലും ഇതല്ല. ഓക്കെ. അതുപോലെ തന്നെ സിയിലും 3 ഇല്ല, അപ്പൊ സിയുമല്ല. ഓക്കെ. പിന്നെ ഓപ്ഷൻ ബിയോ ഓപ്ഷൻ ഡിയോ ആകാനാണ് സാധ്യത. കാരണം അതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, 3 വരുന്നുണ്ട്. കാരണം 3ന്റെ ആൻസർ നമുക്കറിയാം. അപ്പൊ നമ്മൾ ഒന്നും കൂടി നോക്കുന്നു, ഒസബൽ അഡ്വാൻസ് ഓർഗനൈസർ അല്ലെ. ഒസബൽ അഡ്വാൻസ് ഓർഗനൈസർ എന്താണ്? അത് ശരിയാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒസബലിന്റെ അഡ്വാൻസ് ഓർഗനൈസർ അതാണ്. അപ്പൊ 1ഉം 3ഉം വരുന്നത് ഏതാണ്? 1ഉം 3ഉം വരുന്നത് ഡി മാത്രമേ ഉള്ളൂ, ബാക്കിയിൽ 1ഉം 3ഉം ഇല്ല കണ്ടോ. അപ്പൊ നമുക്ക് മനസ്സിലായി. ബാക്കി വായിച്ചില്ലെങ്കിൽ നമുക്ക് എന്നാലും വായിച്ചു നോക്കണം കേട്ടോ. മനസ്സിലായി എന്താണ്? 1ഉം 2ഉം 3ഉം 4ഉമാണ് ശരിയായിട്ട് വരുന്നത്. ഇങ്ങനെ എലിമിനേറ്റ് ചെയ്തിട്ട് വളരെ സിമ്പിൾ ആയിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് മാർക്ക് പോകും. എലിമിനേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ആൻസറിലേക്ക് എത്താൻ സാധിക്കും. അങ്ങനെ കട്ട് ചെയ്ത് പോകണം. എല്ലാം
കിട്ടിയില്ലെങ്കിലും നിങ്ങൾ ഉപേക്ഷിച്ച് പോകരുത്. ഇങ്ങനെ വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ സാധിക്കും കേട്ടോ. അപ്പൊ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും നമുക്ക് കേട്ടിട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എത്രത്തോളം ഉണ്ട് ഈ ക്വസ്റ്റ്യൻ, ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ മെത്തേഡിൽ ഏറ്റവും ഈസി ആയിട്ടുള്ളതും എളുപ്പമായിട്ടുള്ളതും അതുപോലെ ബുദ്ധിമുട്ടുള്ളതായിട്ട് തോന്നിയിട്ടുള്ളത് ഏതാണെന്ന് പറയാം. അത് നിങ്ങൾ താഴെ നിന്ന് കമന്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇതിന്റെ ബാക്കി അടുത്ത ഒരു ക്ലാസ്സിൽ എടുക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്ലാസ് കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ.